സംഗതി ലൈവാണ് ബൈ. വേഗം വന്നോ, വേഗം വാടോ. തനിക്ക് രാവിലെ ഈ നാറിയ കഥകളല്ലാതെ നല്ല വർത്താനം ഒന്നും പറയാനില്ലേ? ഇന്നലെ വരെ സത്യം പറയാലോ, ഷമീറിന്റെ ലൈവ് കാണുന്നതിന് മുന്നേ വരെ എനിക്ക് തൊപ്പിയുടെ കുറച്ചൊക്കെ ഇതുണ്ടായിരുന്നു. ഇവൻ ഇങ്ങനെ കണ്ണിച്ചോരയില്ലാത്ത വർത്താനം പറയാൻ ഞാൻ എന്ത് തെറ്റ് രാമേട്ട? അതാ പറഞ്ഞത്, കണ്ടു കണ്ടങ്ങിരിക്കും ജനങ്ങളെ കണ്ടില്ലെന്നൂ നടിക്കുന്നതും ഭവാൻ. പക്ഷെ ഇന്നലെ തോട് കൂടി കഴിഞ്ഞിട്ട് ഉള്ളത് പറയാലോ. ചന്ദ്രൻ, നീ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നേ? ഞാൻ എങ്ങനെ പറഞ്ഞോടാ? എന്താണ് മോനെ വെച്ച് സംസാരിക്കണത്? എന്താണെന്ന് വെച്ചാൽ തെളിച്ചു പറ. മനസ്സിലായി? കാരണം കൂട്ടുകാര്, ഫ്രണ്ട്സിന്റെ ആൾക്കാരെ കുറിച്ച് ഇങ്ങനെ പറയുന്ന ആൾക്കാരും മനുഷ്യൻ ഉണ്ടായിരിക്കേണ്ട ഏറ്റവും വലിയ ഗുണം എന്താണെന്നറിയോ? അന്തസ്. അത് നിങ്ങൾക്കില്ല. കമന്റ് ഒക്കെ അടിക്കുന്ന ആൾക്കാരുണ്ട്, മനസ്സിലായി? പക്ഷെ ഇത് ഭയങ്കര ബ്രൂട്ടൽ കമന്റ് അടിക്കുന്നു. സാമാന്യ ബോധം എന്നൊരു കാര്യം ഉണ്ടോ തനിക്ക്? ആരെങ്കിലും ചെയ്യുന്ന പണിയാണോ താനും ചെയ്തിട്ട്? നാട്ടുകാർ കേട്ടാ കാർക്കിച്ചു തുപ്പൂല്ല. ഇനി ആരെയും കൂട്ടരിക്ക് നിൽക്കാൻ താല്പര്യമില്ല, മനസ്സിലായി? ഇന്നലെ കുറച്ചൊരു ഇതുണ്ടായിരുന്നു, ഉപ്പിയുടെ ഭാഗത്തൊരു ഇത് കാണും, ഇല്ല ഒരു ശരി കാണും എന്നുള്ളത് നമുക്കൊരു തോന്നലുണ്ടായിരുന്നു. പക്ഷെ ഇന്നോട്ട് നിർത്തും ആരെയും. നമുക്കെല്ലാം പറഞ്ഞു ഓരോ ഒത്തുതീർപ്പിനും ഞാൻ തയ്യാറല്ല. മാട്ടുപ്പെട്ടി മഹാദേവന് ഈ നാട്ടിലൊരു വിലയുണ്ട്. കൂട്ടുകാരല്ലെന്ന് വിചാരിച്ചൊരു ഇതുണ്ടായിരുന്നു, മനസ്സിലായി? പക്ഷെ ഇനി ഒരാളുടെ ഭാഗത്തല്ല. പോക്കിട്ട് കാണിക്കണ്ടില്ലേ? ഇവനൊക്കെ ഇവിടെ വെച്ചോണ്ടിരിക്കാൻ പാടില്ല. അതിനെ കൊണ്ട് ഈ നാട്ടുകാർക്ക് ദ്രോഹം അല്ലാതെ എന്തെങ്കിലും ഗുണം ഉണ്ടായിട്ടുണ്ടോ? എനിക്ക് ഞാറുടെ ഭാഗത്തിരിക്കാൻ താല്പര്യമില്ല, എനിക്ക് സംസാരിക്കാൻ താല്പര്യമില്ല, ഒന്നും താല്പര്യമില്ല. ഉള്ളത് പറയാം. അല്ലേലും ജാത്യാലും തൂത്താ പോകൂലടാ. അപ്പൊ നമുക്ക് വൈകുന്നേരം കാണാം.